ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേരളം പ്രതീക്ഷിച്ച പോലെ നല്ല അടിപൊളി ഒരു ബഡ്ജറ്റുമായിട്ടാണ് ഇന്ന് നമ്മുടെ വി.ഡി. സതീശൻ സാർ വന്നത്. സർക്കാരിൻ്റെ കന്നി ബഡ്ജറ്റാണ്. പഴയ സർക്കാരിനെ ഒരുപാട് വിമർശിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പഴയ സർക്കാർ കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഈ സർക്കാർ സ്വതന്ത്രമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് പ്രഖ്യാപിച്ചത്. പഴയ സർക്കാർ 35,700 കോടിയുടെ സാങ്കല്പിക ബഡ്ജറ്റാണ് പ്രഖ്യാപിച്ചത്. അതിൽ 20,500 കോടി എങ്ങും കിട്ടാനില്ലാത്ത ഒരു പദ്ധതിയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സർക്കാർ 5,000 കോടിയുടെ വെട്ടിക്കുറവ് നടത്തി പുതിയൊരു പദ്ധതി നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ സ്വപ്നതുല്യ പദ്ധതിയായ മിഷൻ സമുദ്രയാണ് ഹൈലൈറ്റ്. നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം 600 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന സമുദ്രതീരം, അതിൽ ഒരുപാട് പദ്ധതികളുമായി ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു ഹബ്ബായിട്ട്, മാരിടൈം ഹബ്ബായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടാതെ എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, മാരക രോഗങ്ങളുള്ളവർക്ക് വൺ കേരള മിഷൻ, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് ഒരു ഏവിയേഷൻ ഹബ്ബാക്കും. പഴയ ഗവൺമെൻറ്റിൻ്റെ മെയിൻ വാലായ കിഫ്ബി പൊളിച്ചു പണിയും. റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കി. അത് വളരെ നല്ലൊരു കാര്യമാണ് കർഷകർക്ക്. മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന പദ്ധതി, അതുപോലെ തന്നെ ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 75 രൂപ സബ്സിഡി, എല്ലാ തീരദേശവാസികൾക്കും പട്ടയം. സർക്കാരിൻ്റെ മെഡിസിൻ പദ്ധതി പരിഷ്കരിക്കും. ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയും. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ വില കൂടും. കേരളത്തിൻ്റെ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് ഏകദേശം 100 കോടി രൂപയാണ് മാറ്റിവെച്ചത്. അതുപോലെ തന്നെ വളരെ നല്ലൊരു പദ്ധതിയാണ് ഗോൾഡ് ഹബ്ബ് പദ്ധതി. അത് 10 കോടി രൂപയാണ് ഇതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. കശുവണ്ടി മേഖലയിലേക്ക് 56 കോടി രൂപ മാറ്റിവെച്ചു. ഇൻകുംബേഷൻ സെൻറ്ററിന് 10 കോടി. അതുപോലെ തന്നെ റോഡുകൾ, പാലങ്ങൾ 985.7 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കാർഷിക മേഖല 1534.98 കോടി. അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് സന്തോഷ വാർത്ത, അവർക്ക് വേണ്ടി ഏകദേശം 78.45 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ ഗവൺമെൻറ് ടെക്കുകളുടെ കൂടെയാണ്. ജൻസി ടെക്കുകൾക്ക് 50 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ KSRTC 600 കോടി രൂപ. കൂടാതെ തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ ലൈറ്റ് മെട്രോ. സഹകരണ മേഖലയ്ക്കായിട്ട് 114.4 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഏകദേശം 5,952 കോടി. അതുപോലെ തന്നെ 40 ലക്ഷം മേലുള്ള കാറുകൾക്ക് 15% നികുതി കൂടും. ഇലക്ട്രിക് കാറുകൾക്ക് വില കുറയും. അതൊരു നല്ല കാര്യവും. 10 ലക്ഷത്തിൽ താഴെയുള്ള കേട്ടോ. ഈ ഒരു ബജറ്റ് മെയിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് നോക്കുന്നത് കടൽ മാർഗത്തിലൂടെ കരകയറാനുള്ള ഒരു ബജറ്റാണ്. ഈ മിഷൻ സമുദ്രം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പദ്ധതിയല്ല, അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നതും അങ്ങനെ തന്നെ. കേരളത്തിൻ്റെ ലോജിസ്റ്റിക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ട് തീരുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്. പഴയ സർക്കാർ മനക്കോട്ട് കെട്ടിയിരുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അത് ഇവർ യാഥാർത്ഥ്യമാക്കും. ഇത് ചെറിയൊരു സംഭവമല്ല, ലോകം തന്നെ കെടുങ്ങാൻ പോകുന്നൊരു പദ്ധതിയാണിത്. ഇപ്പം നമ്മുടെ ശ്രീലങ്കയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ടിരിക്കുന്നത്, ശരിക്കും നമുക്ക് കിട്ടേണ്ട പല ഷിപ്പുകളും ശ്രീലങ്കയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം പോലെ ഏകദേശം 600 കിലോമീറ്റർ കടൽ തീരമുള്ള, അതും എല്ലാ സ്ഥലങ്ങളിലും ഷിപ്പ് അടുപ്പിക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. ഇത്രയും ലെങ്തി ഉള്ള ഒരു സ്ഥലം വേറെ ഇല്ല. സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റ് നല്ല സൂപ്പർ ബഡ്ജറ്റാണ്. സാധാരണക്കാർക്ക് എല്ലാവർക്കും നല്ല അനുകൂലമായ ബഡ്ജറ്റാണ്. പലർക്കും എതിർപ്പുണ്ടാകുമെങ്കിലും അത് സ്വാഭാവികമാണ്. പിന്നെ ഇതിനുള്ള പദ്ധതി ഇപ്പോൾ 30,370 കോടി രൂപയാണ് ഇതിന് വേണ്ടത്. അത് കണ്ടെത്താൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.